ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളി മുതലായ വിഭൂതി അഞ്ചുമോർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരേണം. ആധ്യാത്മികതയ്ക്ക് അകത്ത് പ്രവേശിക്കാതിരിക്കുന്ന നമ്മൾ വെളിയിൽ പുറത്ത് ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് പുറം കാഴ്ചകളാണ് നമുക്കുള്ളത്. നാം കാണുന്നതെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്ന വിവർത്ത രൂപങ്ങളാണ്. കയർ കാണുമ്പോൾ പാമ്പ് എന്ന് തോന്നുന്നത് പോലെ അകക്കാഴ്ച സാധ്യമായാൽ ഈ നില മാറും. വെളി തൊട്ട്, അതായത് ആകാശം മുതലുള്ള പഞ്ചഭൂതങ്ങളെല്ലാം അഞ്ച് വിഭൂതികളും ഓർത്താൽ, ശരിയായി മനനം ചെയ്താൽ ഒന്നും വേറെ വേറെ അല്ലെന്ന അറിവുണരും. ആന്തരികമായ ചർച്ച നമുക്ക് സാധ്യമാകുന്നില്ല. ബാഹ്യമായ ഇടപെടലുകളിലാണ് ജീവിതം തളച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്തർലീനമായ പൊരുളിനെ അറിയുന്ന അനുഭവം നമുക്ക് നഷ്ടമാകുന്നു. ഇതേതുപോലെ എന്നാൽ കടൽ തീരത്തിരിക്കുന്ന നാം കടലിനെ, ജലനിധിയെ കാണുന്നു. അതേ നമ്മൾ തന്നെ കടലിൽ നിന്നുയരുന്ന തരംഗാവലികളെയും തിരമാലകളെയും കാണുന്നു. നമുക്ക് കടൽ വേറെ തിരമാലകൾ വേറെ എന്ന ദൃശ്യാനുഭവം ഉണ്ടാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, കടൽ തന്നെയാണ് തിരമാലകളായി ഉയർന്നു പോകുന്നത്. കടലില്ല എങ്കിൽ തിരമാലകളില്ല. തിരമാലകളുടെ അസ്തിത്വം കടലിലാണ്. നാം അറിയേണ്ടത് കടലിനെയാണ്. കടലിനെ അറിഞ്ഞാൽ തിരകൾ കടൽ തന്നെയാണ് എന്ന് അറിവുണരും. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം എന്ന് ദൈവദശകത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട്. ആഴിയിൽ തന്നെയാണ് തിരയും കാറ്റും ആഴവും ഉള്ളത്. ആഴിയില്ല എങ്കിൽ ഇവയൊന്നുമില്ല. അതുപോലെയാണ് ഈശ്വരനിൽ മായയും മഹത്വവും നമ്മൾ എല്ലാം ഉള്ളത്. ആ അറിവ് എനിക്കുള്ളിൽ ഉണ്ടാകണമെന്നാണ് ഗുരു പറയുന്നത്. അതായത് ശരിയായ ജ്ഞാനമുദിച്ചാൽ ഇവിടെ രണ്ടെന്ന ചിന്തയുണ്ടാകില്ല. അഖണ്ഡതയാണ് ഇതെല്ലാം എന്ന് ബോധ്യമാകും. ഈ അഭേദഭാവം, അതായത് ഭേദചിന്തയില്ലായ്മ വരണമെന്നാണ് ഗുരു കുറിക്കുന്നത്. അതിനെന്തു വേണം? മനനം അനിവാര്യമാണ്. ശരിയായ ധ്യാനത്തിലൂടെ മാത്രമേ ഭേദചിന്ത കൂടൊഴിയൂ. അതിനാൽ അകക്കണ്ണു തുറക്കുന്നതിനുള്ള ശ്രമത്തിലേക്ക് ഉണരാനാണ് ഗുരുദേവൻ ആവശ്യപ്പെടുന്നത്.